കാലത്തിനൊപ്പം നടന്ന് നടന്ന് മാറ്റങ്ങളെ നെഞ്ചേറ്റുമ്പോൾ. പാഠം അമ്മമ്മ. ഇന്ന് അമ്മമ്മ ഞങ്ങളുടെ പുത്തൻ വീട് കാണാൻ വരുന്നു. പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഞങ്ങളുടെ വീട്. ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ ഈ 20 സെന്റ് ഭൂമി വാങ്ങിയത്. അതിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വീട് പണിയുവാൻ വേണ്ടി വീണ്ടും എനിക്ക് ചോര നീരാക്കേണ്ടി വന്നു. ഇരിപ്പുമുറിയും തീൻമുറിയും താഴത്തെ നിലയിലാണ്. മുകളിൽ 2 കിടപ്പുമുറികളുണ്ട്. പിന്നെ പ്രഭാതത്തിൽ സൂര്യോദയം കാണുവാനും സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം കാണുവാനും ഒരു സിറ്റ് ഔട്ടും. അവിടെ ഇരുന്നാൽ കിഴക്കും പടിഞ്ഞാറും കാണാം. കുളിരും മഞ്ഞും വീഴുന്ന പ്രഭാതങ്ങളിൽ ഞാൻ എൻ്റെ കാശ്മീർ ഷാൾ പുതച്ചുകൊണ്ട് അവിടെ ഇരുന്ന് സൂര്യോദയം ദർശിക്കും. അന്നേരം അപ്പുറം കിടപ്പുമുറികളിൽ എൻ്റെ ഭാര്യയും 2 മക്കളും പുലർകാല സ്വപ്നങ്ങൾ കണ്ടു മയങ്ങുകയായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരു മുഹൂർത്തമാണത്. അമ്മമ്മയ്ക്ക് എൻ്റെ വീട് കാണണ്ടേ? എന്നാണ് ഞാൻ കാറുമായി വരേണ്ടത്? കഴിഞ്ഞ തവണ തറവാട്ടിൽ ചെന്നപ്പോൾ പട്ടണത്തിലേക്ക് വരുവാൻ ഞാൻ അമ്മമ്മയെ നിർബന്ധിച്ചു. അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കുവാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. അത്രയ്ക്കൊന്നും വയ്യ കൃപാകര, വീടിൻ്റെ ഒരു ഫോട്ടോ പിടിച്ച് കൊണ്ടു തന്നാൽ മതി. ഫോട്ടോ കണ്ടാൽ പോരാ, അമ്മമ്മ വന്ന് വീട് തന്നെ കാണണം. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലം കുറയായി, ഒന്നിനും വയ്യ. വയസ്സ് 80 കഴിഞ്ഞു. ഇനി എന്ത് കാണാനാ? കാണാനുള്ളതും എല്ലാം ഇനി അങ്ങ് ചെന്നിട്ട്. അമ്മമ്മ ആകാശത്തേക്ക് കണ്ണയച്ചു. അമ്മമ്മ ഒട്ടും ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാറ് കൊണ്ടുവന്ന് പടിക്കൽ നിർത്താം. അമ്മമ്മ അതിൽ കയറി ഇരുന്നാലും മതി. വീട് കണ്ട് തിരികെ പടിക്കൽ കൊണ്ടുവന്ന് കാറ് നിർത്താം, പോരെ? അവസാനം അമ്മമ്മ സമ്മതം മൂളി. അവർ വെറ്റിലയുടെ ഞരമ്പുകൾ നുള്ളിക്കളയുകയും അടയ്ക്ക ചുരുണ്ടുകയും ചെയ്തു. മോനെ, ആ മിനി ഉരുളിങ്ങെടുത്താട്ടെ. അവർ കോലായിലെ അരമതിലിന്മേൽ വച്ചിരുന്ന അവരുടെ കൊച്ച് ഉരൽ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അവർ അടയ്ക്കയും വെറ്റിലയും അതിലിട്ട് ചതച്ചു. അമ്മമ്മയ്ക്ക് പല്ലില്ല. അമ്മമ്മ എവിടെന്നാ ഈ ഇംഗ്ലീഷ് വാക്കെല്ലാം പഠിച്ചത്? കൃപാകര, നിന്നെപ്പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷെല്ലാം അറിയാം. ഇടിച്ച് വെറ്റിലടയ്ക്ക് വായിലിട്ട് അവർ എന്നെ നോക്കി ചിരിച്ചു. ഊണ് കഴിഞ്ഞ ശേഷം ഞാൻ ഇറങ്ങാൻ പുറപ്പെട്ടു. അമ്മമ്മ തടുത്തു. ഇന്നിവിടെ പാർത്തിട്ട് രാവിലെ പോയാൽ മതി. എത്ര കാലം കൂടിയിട്ടാ ഇന്ന് നീ ഈ വഴി വന്നത്? ഇനി ഒരിക്കലാകാം. വീടിൻ്റെ പണി കഴിഞ്ഞില്ലേ? വാസന്തിയെയും കുട്ടികളെയും കൂട്ടി ഒരു ദിവസം ഞാൻ ഇവിടെ താമസിക്കാൻ വരുന്നുണ്ട്. അമ്മമ്മ പറഞ്ഞത് വാസ്തവമാണ്. നഗരത്തിൽ നിന്ന് പെൻഷനായി വന്ന ശേഷം വീട് പണിയുടെ തിരക്കിലായിരുന്നു. ഇപ്പോഴേ ഒന്ന് നേരെ ശ്വാസം വിടാൻ കഴിഞ്ഞുള്ളൂ. ഇറങ്ങുമ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. വരുന്ന ഞായറാഴ്ച കാലത്ത് ഞാൻ വണ്ടിയുമായി എത്തും. അമ്മമ്മ ഒരുങ്ങിയിരുന്നോളണം. അമ്മയ്ക്ക് ഒരു റെഡ് കാർപ്പറ്റ് സ്വീകരണം നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ ഭൂതകാലത്തിൻ്റെ ഒരു തെളിഞ്ഞ ഓർമ്മയാണ് അവർ. ബാല്യകാലം, നാടുവിടുന്നത് വരെയുള്ള തറവാട്ടിലെ ജീവിതം, അതിൻ്റെ എല്ലാം കണ്ണികളാണവർ. അവർ മടിയിലിരുത്തി പറഞ്ഞു തന്നിട്ടുള്ള എണ്ണമറ്റ കഥകളാണ് എൻ്റെ എളിയ ലോക വിജ്ഞാനത്തിൻ്റെ ഉറവിടം. അമ്മമ്മ എൻ്റെ വീട് കാണുവാൻ വരുന്ന ഈ അവസരത്തിൽ ഞാൻ അതെല്ലാം ഓർത്തു പോകുന്നു. നേരത്തെ നിശ്ചയിച്ചതുപോലെ ഞായറാഴ്ച കാലത്ത് ഞാൻ എൻ്റെ സ്നേഹിതൻ വാസുദേവൻ്റെ വണ്ടിയും എടുത്ത് തറവാട്ടിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിൽ നിന്ന് 12 നാഴിക കിഴക്കാണ് ഞങ്ങളുടെ നാട്ടിൻപുറം. അടുത്ത കാലത്തായി അവിടെ വലിയ പരിവർത്തനങ്ങൾ വന്നതായി കാണാം. ഏതു വണ്ടിക്കും പോകാൻ സൗകര്യമുള്ള നിരത്തുകൾ, വൈദ്യുതി, സ്കൂൾ, തപാൽ ആപ്പീസ്. ഞാൻ ചെല്ലുമ്പോൾ അമ്മമ്മ തയ്യാറായി നിൽക്കുന്നു. കസവുമുണ്ടും ബ്ലൗസും ധരിച്ചിരുന്നു. ദൂരയാത്ര ചെയ്യുമ്പോൾ മാത്രമേ അവർ ബ്ലൗസ് ധരിക്കാറുള്ളൂ. നരച്ച തലമുടി വൃത്തിയായി കോതി വെച്ചിരിക്കുന്നു. കാലുകളിൽ ചെരുപ്പും. എങ്ങനെയുണ്ട് കൃപാകര? സുന്ദരിയായിട്ടുണ്ട്. അമ്മമ്മ പല്ലില്ലാത്ത വായ കാണിച്ച് ചിരിച്ചു. അവർ ചെല്ലം കയ്യിലെടുത്തു. എവിടെ പോകുമ്പോഴും അതവരുടെ കൂടെ ഉണ്ടാകും. അമ്മമ്മ കാറിൽ മുൻസീറ്റിൽ എൻ്റെ അരികിലിരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതാരുടേതാ വണ്ടി? ഒരു സ്നേഹിതൻ്റെ, വാസുദേവൻ എന്ന് പറയും. കൃപാകര, നിനക്കും വാങ്ങരുത് ഒരു വണ്ടി? എനിക്ക് അത്ര വലിയ മോഹങ്ങളൊന്നും ഇല്ല അമ്മമ്മേ. നിനക്കൊരു മാറ്റവും ഇല്ല. ആ പഴയ കൃപാകരൻ തന്നെ, അമ്മമ്മ ഒരു ചിരിയോടെ പറഞ്ഞു. വെയിൽ മൂക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പട്ടണത്തിലെത്തി. ഗേറ്റിൽ കാർ നിർത്തി. ഞാൻ ഹോണടിച്ചു. വാസന്തിയും കുട്ടികളും ഓടി വന്നു. അവർ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. അമ്മമ്മയ്ക്ക് കൃപാകരൻ്റെ പുത്തൻ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഡോർ തുറന്നു കൊടുത്തു.
അമ്മമ്മ താഴെ ഇറങ്ങി കസവുമുണ്ട് മാറിൽ നേരെയിട്ട് എൻ്റെ പുത്തൻ വീടിനെ ആകെയെന്ന് നോക്കി. അമ്മമ്മയ്ക്ക് ഇഷ്ടമായോ? പുറമേ നിന്ന് നല്ല കാഴ്ച, ഉള്ളിലും കൂടി കണ്ടിട്ട് അഭിപ്രായം പറയാം. അമ്മമ്മയ്ക്ക് എന്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് ഞാൻ വളരെയധികം വില കൽപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് ക്രിസാന്തിമം കൂടി വേണം. ഞങ്ങളുടെ കൊച്ചു പൂന്തോട്ടം കണ്ടിട്ട് അവർ അഭിപ്രായപ്പെട്ടു. തോട്ടത്തിൽ നാടൻ പൂക്കളാണ് ഏറെയും. ചട്ടിപ്പൂക്കൾ മാത്രമല്ല, തറവാടിൻ്റെ കൂടാരപ്പൂവുകൾ കൂടി ഞാനവിടെ നട്ടു വളർത്തിയിരുന്നു. ഈ പൂക്കളെല്ലാം അമ്മമ്മയ്ക്ക് പഴഞ്ചനായി തോന്നിയിരിക്കണം. അകത്ത് കയറിയ അമ്മമ്മ ഒരു ഗ്ലാസ് തണുത്ത സ്ക്വാഷ് കുടിച്ചു. വീടാകെ നടന്നു കണ്ടു. അതിനുശേഷം മുകളിലെ സിറ്റ് ഔട്ടിലിരുന്ന് ചെല്ലം കയ്യിലെടുത്തു. അന്നേരം ഞാൻ രഹസ്യമായി അവരുടെ മിനി ഉരൽ എന്ന പ്രയോഗത്തെക്കുറിച്ച് വാസന്തിയോട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം അവൾ പൊട്ടിച്ചിരിച്ചു. പട്ടണത്തെ വിഹകമായി വീക്ഷിച്ചുകൊണ്ട് അമ്മമ്മ വിശദമായി ഒന്ന് മുറുക്കി. വീടിന് ചെലവെന്തായി? 1.25. ഇക്കാലത്ത് അത്ര വലിയ തുകയൊന്നുമല്ല, അമ്മമ്മ നിസ്സാരമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു തേങ്ങൽ ഉയർന്നു. ഈ 1.25 ലക്ഷത്തിന് വേണ്ടി ഒരു ആയുഷ്കാലം മുഴുവൻ ഞാൻ ചോര നീരാക്കി. അധ്വാനിച്ച കഥ എനിക്കല്ലാതെ മറ്റാർക്കറിയാം? ഉച്ചയാകുന്നത് വരെ ഞങ്ങൾ അവിടെ ഇരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചു. നഗരങ്ങളിലെ വിശേഷങ്ങൾ അറിയുവാൻ അവർ പ്രത്യേകം താല്പര്യം കാണിച്ചു. കൃപാകര, നീ ഭാഗ്യവാനാ. നിനക്ക് ലോകം കാണാൻ കഴിഞ്ഞല്ലോ. ഈ അമ്മമ്മ എന്ത് കണ്ടു? ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നു. അവിടെ തന്നെ കിടന്ന് ഞാൻ ചാകുകയും ചെയ്യും. എനിക്കൊരു സങ്കടമേ ഉള്ളൂ. കുറേ യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അമ്മമ്മയെ ഞാൻ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം. കുറച്ച് കഴിയട്ടെ, നമുക്ക് മദ്രാശി വരെ ഒന്ന് പോകാം. മദ്രാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായി കാണണം. സത്യം പറയട്ടെ, അത് കേട്ടപ്പോൾ ഈ കൃപാകരൻ ഉരുകിപ്പോയി. അന്നേരം വാസന്തി വന്ന് ഞങ്ങളെ തീൻമുറിയിലേക്ക് ക്ഷണിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മമ്മ വാഷ് ബേസിനരികിൽ ചെന്ന് മുഖം കഴുകി മേശയ്ക്ക് മേൽ വന്നിരുന്നു. അവർക്ക് മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. എൻ്റെ സംശയം അസ്ഥാനത്തായിരുന്നു. അവരിൽ ഒരു പരിചയക്കുറവും കണ്ടില്ല. മേശ സമൃദ്ധമാണ്. വാസന്തി അവളുടെ പാചകവിരുദ്ധ മുഴുവൻ കാണിച്ചു. നാടൻ മട്ടിലുള്ള ഒരു സദ്യക്കാണ് അവൾ ആദ്യം പരിപാടിയിട്ടത്. അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം എന്ന ധാരണയാൽ ഞാനാണ് അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മിടുക്കി. തീന്മേശയിൽ ഒരു അവലോകനം നടത്തിയിട്ട് അമ്മമ്മ വാസന്തിയെ അഭിനന്ദിച്ചു. അവർ ആദ്യം പ്ലേറ്റിൽ വിളമ്പിയത് നൂഡിൽസാണ്. പിന്നെ ചിക്കൻ ചില്ലിയും. ചോറോ സാമ്പാറോ കണ്ടതായി പോലും നടിച്ചില്ല. വാസന്തി എന്നെ നോക്കി കണ്ണുകൊണ്ട് ചിരിച്ചു. ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ചോറും മുരിങ്ങ സാമ്പാറും വയർ നിറയെ കഴിച്ചു. അമ്മമ്മ അത് ശ്രദ്ധിച്ചിരുന്നു. കൃപാകരന് ഒരു മാറ്റവും ഇല്ല, അല്ലേ മോളെ? അവർ വാസന്തിയോട് ചോദിച്ചു. എന്നിട്ട് സോയാ സോസിൻ്റെ കുപ്പിയെടുത്ത് നൂഡിൽസിന് മേൽ ചരിച്ചു. ഇതൊക്കെ അമ്മമ്മ എങ്ങനെ പഠിച്ചു? ആര് പഠിപ്പിച്ചു? ഭക്ഷണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും ഇരിപ്പുമുറിയിൽ സ്ഥലം പിടിച്ചു. വീണ്ടും നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞിരുന്നു. അമ്മമ്മയ്ക്ക് ഉറക്കം വരുന്നെങ്കിൽ മുകളിൽ ചെന്ന് കിടക്കാം. അല്പനേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല. നീ എന്തെങ്കിലും പാട്ട് വെക്ക്. ഞങ്ങളുടെ സ്റ്റീരിയോ സിസ്റ്റത്തിൽ നോക്കിക്കൊണ്ട് അമ്മമ്മ പറഞ്ഞു. അത് കേട്ടപ്പോൾ കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകൾക്ക് ഉത്സാഹം വന്നു. അവൾ ചോദിച്ചു, അമ്മമ്മയ്ക്ക് എന്താണ് കേൾക്കേണ്ടത്? സുബ്ബലക്ഷ്മിയുടെ കീർത്തനം വെക്ക്. ഞാൻ പറഞ്ഞു, അമ്മമ്മയ്ക്ക് അതായിരിക്കും ഇഷ്ടം. എനിക്കും എൻ്റെ കുടുംബത്തിനും ഏറ്റവും പ്രിയങ്കരമായ റെക്കോർഡാണത്. 4 വരി കേട്ടപ്പോൾ അമ്മമ്മ കോട്ടുവായി ഇടാൻ തുടങ്ങി. നിൻ്റെ അടുത്ത് വേറെ റെക്കോർഡൊന്നും ഇല്ലേ മോളെ? അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം? ഇംഗ്ലീഷ് വെക്ക്. അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക്. അവൾ അബ്ബയുടെ റെക്കോർഡ് പരതിയെടുത്തു വെച്ചു. മുറിയിലെ സ്റ്റീരിയോ സംഗീതം ഉയർന്നു. പാട്ടവിടെ മുഴങ്ങുകയാണ്. അമ്മമ്മ തലയാട്ടി രസിച്ചിരുന്നു റെക്കോർഡ് തീരുന്നവരെ. തീർന്നപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകൂടി വെക്കൂ മോളെ. മകൾ അനുസരിച്ചു. മുറിയിൽ വീണ്ടും അബ്ബയുടെ ശബ്ദമുയർന്നു. പാട്ടിൻ്റെ രസത്തിൽ അമ്മമ്മ ലോകമാകെ മറന്നതായി തോന്നി. എൻ്റെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. വൈകുന്നേരം വെയിൽ താണപ്പോൾ അമ്മമ്മ ഞങ്ങളോട് യാത്ര പറഞ്ഞു. ഞാൻ തന്നെ അവരെ തറവാട്ടിൽ കൊണ്ടുചെന്ന് വിട്ടു. തിരികെ തനിയെ കാറോടിച്ചു വരുമ്പോൾ ലോകമാകെ മാറിയതായി എനിക്ക് തോന്നി. നാട്ടിൽ നടക്കുന്ന വലിയ പരിവർത്തനങ്ങളെക്കുറിച്ച് അമ്മമ്മ എന്നെ ബോധവാനാക്കിയിരുന്നു.